പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓൺ വോയിസിൽ വരുന്നത്. എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ അറിയാൻ പാടില്ല. പക്ഷെ ചില കാര്യങ്ങൾ പൊതുജനത്തിന് പൊതുമധ്യത്തിൽ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. വേറൊന്നുമല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മൾ അറിഞ്ഞ ഒരു കാര്യം, ഡോക്ടർ എലിസബത്തിൻ്റെ വിഷയങ്ങൾ, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒരു പുരുഷനെ സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു, ആ വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്മതപ്രകാരം ഇഷ്ടത്തോടുകൂടി പരസ്പരം ഇഷ്ടപ്പെട്ട് ഒന്നിച്ച് ജീവിക്കാൻ ആരംഭിച്ച ആ പെൺകുട്ടിക്ക് അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന വളരെ ഭീകരമായൊരവസ്ഥയെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഒരു വിവാഹം എന്ന വാഗ്ദാനം നൽകി ആ പെൺകുട്ടിയെ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിച്ച് പൊതുജനമധ്യത്തിൽ ആ കുട്ടിയെ ഒരു വേഷം കെട്ടിച്ച് നിർത്തി 2 വർഷക്കാലം അവർ ഇണങ്ങിയും പിണങ്ങിയൊക്കെ ഒന്നിച്ച് ജീവിച്ചു. ഒരുപാട് സ്ട്രഗിളിൽ കൂടിയാണ് ആ കുട്ടി കടന്നു പോയതെന്ന് പറയുന്നു. ആ കുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ഒരു നടൻ തൻ്റെ ജീവിതത്തിലെ ജാതകത്തിലെ പ്രശ്നങ്ങൾ കാരണം 41 വയസ്സിന് ശേഷം വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്നുള്ള വാഗ്ദാനത്തോടു കൂടി ആ പെൺകുട്ടിയെ കൂടെ ജീവിക്കാൻ അനുവദിച്ചതാണ്. അതിൻ്റെ ഒരുപാട് തെളിവുകൾ മാധ്യമങ്ങളിൽ കൂടിയും സോഷ്യൽ മീഡിയയിൽ കൂടിയും നമ്മൾ കണ്ടതാണ്. അവർ പരസ്പരം പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. എങ്കിലും പറഞ്ഞു കേട്ടിടത്തോളം, സോഷ്യൽ മീഡിയ കണ്ടിടത്തോളം പ്രമുഖരായ പല വ്യക്തികളുടെയും സാന്നിധ്യത്തിലാണ് മാലയിട്ട് സിന്ദൂരം ചാർത്തി ആ പെൺകുട്ടിയെ ഹിന്ദു മതാചാരപ്രകാരം വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. അതിനുശേഷം ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്ന അതിദാരുണമായ പല സംഭവങ്ങളെക്കുറിച്ചും പിന്നീട് അറിയാനിടയായി. അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചു. എന്തുകൊണ്ടാണ് എലിസബത്ത് പിന്നീട് വന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാത്തത് എന്നുള്ള ഒരു ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ കൂടെ ഉണ്ടായി. ആ പെൺകുട്ടിക്ക് തൻ്റെ മുൻ ഭർത്താവ് വിവാഹം ചെയ്തു കൊണ്ടുവന്ന സ്ത്രീ അവരോടൊപ്പം ചേർന്ന് നിന്ന് അദ്ദേഹം ഈ പെൺകുട്ടിയെ വല്ലാതെ ടോർച്ചർ ചെയ്യുവാനും അപമാനിക്കുവാനും സോഷ്യൽ മീഡിയ തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ വീഡിയോകൾ പുറത്ത് വരികയും അതിനെ തുടർന്ന് ആ പെൺകുട്ടിക്ക് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയേണ്ടതായി വന്നു. അപ്പോൾ നമ്മുടെ സമൂഹം ആ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറായി. പല യൂട്യൂബേഴ്സും അതിനു വേണ്ടി സംസാരിച്ചു. എന്തുകൊണ്ടാണ് ആ കുട്ടി കേസുമായി പോകാത്തത് എന്നുള്ള സത്യം പലതവണ ആ പെൺകുട്ടി സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയ കാരണം പേടിയാണ്. അദ്ദേഹത്തോടൊപ്പം ജീവിച്ച നാളുകളിൽ ആ പെൺകുട്ടി കണ്ടതെല്ലാം അത്തരം പ്രവൃത്തികളാണ്. ഒരു വിധത്തിലും ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ടോർച്ചറിങ്, അതേപോലെ തന്നെ തനിക്ക് വൈരാഗ്യമുള്ള വ്യക്തികളോട് അദ്ദേഹം പെരുമാറിയിട്ടുള്ള സാഹചര്യങ്ങൾ, അതിനെയെല്ലാം കണക്കിലെടുത്ത് നോക്കുമ്പോൾ ആ പെൺകുട്ടി വല്ലാത്ത ട്രോമയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ആരുടെ അടുത്ത് പോയി സഹായം ചോദിക്കണം, ആരെന്നെ സഹായിക്കും, ആരെങ്കിലും സഹായിക്കാൻ ജെന്യുവിനായിട്ടുള്ള ആരെങ്കിലും മുന്നോട്ട് വരുമെന്നുള്ള ഒരു പ്രത്യാശയിലാണ് ആ പെൺകുട്ടി തൻ്റെ ജീവിതം സമൂഹമധ്യേ തുറന്നു കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആ പെൺകുട്ടിക്ക് ഇപ്പോൾ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും താൻ തകർന്നു പോകുന്നുള്ള അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. അപ്പോഴൊക്കെയും സ്വയം കരുത്താർജിക്കാനാണ് ആ കുട്ടി ശ്രമിക്കുന്നത്. എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വനിതകൾക്ക് വേണ്ടി ഘോരം പ്രസംഗിക്കുന്ന വനിതാ സംഘടനകളുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്.
എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ തേടി ആരും ചെല്ലാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ആരും ഈ പെൺകുട്ടിക്ക് വേണ്ടി മുന്നോട്ട് ഇറങ്ങി വരാത്തത്? അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പെൺകുട്ടി ഒരു സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ടാണോ? അതോ അവൾക്ക് പണമില്ലാത്തത് കൊണ്ടാണോ? എന്താണ് അതിനുള്ള കാരണം? ഇവിടെ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞാൽ അവർക്കിതുകൊണ്ട് ഇതിൽ എന്തുകൊണ്ട് ഇടപെട്ടുകൂടാ? ഇവരെന്തുകൊണ്ട് ഈ കുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് ആ പെൺകുട്ടി സധൈര്യം മുന്നോട്ട് വരുവാൻ, ഒരു കൈ പിടിക്കുവാൻ ആരും കടന്നിരുന്നില്ല? അപ്രകാരം കടന്നു ചെന്ന് ആ കുട്ടിയെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത്, അതിനെ ഒന്ന് ആശ്വസിപ്പിച്ച്, അതിനോടൊരു നല്ല വാക്ക് സംസാരിച്ച് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് വാക്കുകളിൽ കൂടെ അല്ലാതെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കാൻ ധൈര്യമുള്ള ആരും നമ്മുടെ കേരളത്തിലില്ല എന്നാണ് എൻ്റെ ചോദ്യം. ഇത് ഞാൻ ചോദിക്കാനുള്ള കാരണമുണ്ട്. ഇവിടെ ബോച്ചെ ഒരു നടിയെ കുന്തിദേവി എന്ന് വിളിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് 5 ദിവസം അദ്ദേഹത്തെ ജയിലിലിട്ട നിയമമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതിനുവേണ്ടി ഘോരം പ്രസംഗങ്ങൾ നടത്തുകയും അന്തിച്ചർച്ച നടത്തുകയും ചെയ്ത ഒരു സംസ്ഥാനമാണ് നമുക്കുള്ളത്. എന്നിട്ട് എന്തുകൊണ്ട് അന്യപുരുഷൻ്റെ മുമ്പിൽ വെച്ച് റേപ്പ് ചെയ്യപ്പെട്ടു എന്നൊരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ട് എന്തുകൊണ്ടാണ് ഒരു വ്യക്തി പോലും ആ പെൺകുട്ടിക്ക് വേണ്ടി മുന്നോട്ട് ഇറങ്ങി വരാത്തത്? എന്തുകൊണ്ടാണ് നാട്ടിലൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പെൺകുട്ടിക്ക് വേണ്ടി നീതി നടപ്പാക്കുന്നതിന് വേണ്ടി സമീപിക്കാത്തത്? കോടതിയെ സമീപിക്കാത്തത്? അല്ലെങ്കിൽ പോലീസിനെ സമീപിക്കാത്തത്? ആ പെൺകുട്ടി മുൻപ് പോയി കേസ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ആ പെൺകുട്ടിയെ അവിടെ നാണം കെടുത്തുകയും ആ പെൺകുട്ടിക്ക് വേണ്ട നീതി അവിടുന്ന് ലഭിക്കാതെയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ പെൺകുട്ടി ഒന്നിനും പോകാതെ നിൽക്കുന്നത്. നേരെ മറിച്ച് ഏതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയമായ ഇടപെടലുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഈ നടൻ ചെയ്യുന്നത് പോലെ ഫേവർ ചെയ്തുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് വഴിതിരിച്ച് വിടുവാൻ കഴിയാത്തത് കൊണ്ടോ അല്ലേ ഈ പെൺകുട്ടിക്ക് നീതി ഇതുവരെയും ലഭിക്കാത്തത്? അതുകൊണ്ട് പൊതുജനത്തോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ആരെങ്കിലും സധൈര്യം ആ പെൺകുട്ടിയെ കാണാനായിട്ട് കടന്നു ചെല്ലണം. നാളെ ഡിപ്രഷനിൽ കൂടെ കടന്നുപോയി ഒരു ജീവൻ കൂടി പൊലിയാതിരിക്കേണ്ടതിന് നമ്മൾ ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് നമ്മളൊരു മാതൃക കാണിച്ചു കൊടുക്കും. എങ്ങനെ? ഏതെങ്കിലും ഒരു പെൺകുട്ടി തകർന്നിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ, അവർക്ക് സ്വയം പുറത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ കൈ പിടിക്കുവാൻ നമുക്ക് സമൂഹത്തിൽ ആളുകളുണ്ട് എന്നുള്ള ഒരു ബോധ്യം, ഒരു ഉറപ്പ് വരുന്ന തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എനിക്ക് പൊന്നു സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലുള്ള സ്ത്രീ ജനപക്ഷപാതികളെ, ഒരുപാട് സ്ത്രീ സംഘടനകളെ എല്ലാവരും ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാവരും ഇതിന് മുൻകൈയെടുത്ത് മുന്നോട്ട് വരിക. എലിസബത്ത് എന്ന് പറയുന്ന പെൺകുട്ടി ഒരു പെൺകുട്ടിയായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതേപോലെ ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കുകയും ആ കുട്ടിയെ സധൈര്യം മുന്നോട്ട് വരുവാൻ കൈ പിടിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരുപാട് സംഘടനകളുള്ള ഒരു രാജ്യത്താണ് നമ്മളുള്ളത്, ഒരു സംസ്ഥാനത്താണ് നമ്മളുള്ളത്. അത്തരം നല്ല ഒരുപാട് നിയമങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. നമ്മുടെ ഇപ്പോഴത്തെ ഭരണ കക്ഷികൾ സ്ത്രീ വിമോചനം എന്നുള്ള ഒരു മുദ്രാവാക്യം, സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ പലതും ചെയ്യുമെന്നുള്ള ഉറപ്പോടുകൂടി കടന്നു വന്ന് വിജയിച്ചു പോയ ഒരു പാർട്ടിയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾ നേരിട്ടിറങ്ങി കേസ് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സംസാരിച്ചാലും കേസെടുക്കാവുന്ന നിയമങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്, നമ്മുടെ രാജ്യമാണ് നമ്മുടേത്. എന്തുകൊണ്ടാണ് സ്വമേധയാ പോലീസ് കേസെടുക്കാത്തത് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട്.
മറ്റു പല കാര്യത്തിലും പലരും വന്നിരുന്ന സോഷ്യൽ മീഡിയയെ കരഞ്ഞു വിളിച്ചപ്പോഴൊക്കെ കേസെടുത്തിട്ടുള്ള പോലീസ് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കേസിൽ, അതും അന്യ പുരുഷൻ്റെ മുമ്പിൽ വച്ച് റേപ്പ് ചെയ്യപ്പെട്ടു, ഒരുപാട് ഉപദ്രവിക്കപ്പെട്ടു, ശരീരം വായിൽ കൂടെ ചോര തുപ്പി, ഒരടി കിട്ടിയപ്പോൾ കണ്ണിൽ കുറച്ച് സമയത്തേക്ക് ഗ്രേ കളറായിരുന്നു എന്നാണ് ആ കുട്ടി പറഞ്ഞു കേട്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു കുട്ടിയെ സഹായിക്കാത്തത്? ഞാൻ പറയുന്നത് എല്ലാവരും ഇതിനു വേണ്ടി മുന്നോട്ട് വരണം, ക്യാമ്പയിൻ നടത്തണം, ഈ പെൺകുട്ടിയെ രക്ഷിക്കണം, വനിതാ കമ്മീഷൻ ഇടപെടണം. എന്തുകൊണ്ടാണ് ഇതുവരെ അത് സാധിക്കാത്തത്, നടക്കാത്തത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. ദിവസങ്ങളോളം ആരുടെയെങ്കിലും കരുണ കിട്ടും, ആരെങ്കിലും സഹായിക്കാൻ മുന്നോട്ട് വരും, തയ്യാറാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ കുട്ടി വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ കുട്ടിയുടെ ജീവനും ആ കുട്ടിയുടെ മാനത്തിനും ആരാണ് ഉത്തരവാദിത്വം പറയേണ്ടത്? അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ നിലവിലുള്ളപ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് ഇടപെടേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാനിതിവിടെ സംസാരിക്കുന്നു എന്ന് മാത്രം. തീർച്ചയായും ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനു വേണ്ടി സംസാരിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് ത്രെറ്റൻസ് ഉണ്ട്, ഭീഷണിയുണ്ട്. അതേപോലെ ആ കുട്ടിക്കും ഉണ്ട്. ആരൊക്കെ ഈ കുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നുവോ അവർക്കെല്ലാം ത്രെറ്റൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കൽ കൂടി പറയുകയാണ്, വനിതാ സംഘടനകളും സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളും വനിതാ കമ്മീഷനും ഹേമ കമ്മിറ്റിയൊക്കെ ഇതിനു വേണ്ടി ഇടപെടണം. അതാണ് എനിക്ക് നമ്മുടെ ആളുകളോട് പറയാനുള്ളത്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോട് പറയാനുള്ളത്. ആ കുട്ടിയുടെ ജീവൻ, മാനം, സ്വത്ത് എല്ലാം സംരക്ഷിക്കപ്പെടണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.